46-ാം ദിവസം പുലർച്ചെ 5 മണി. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Sona, sona, nee unna number. Adi mutti vadi vadagil unna number. Sona, sona, nee unna number. Padayadi gadi polligil unna number. Kadanidi ginagil malaradalle manimugilalle karimudi idagil marubadi nee chollu rengi rengila. Sona, sona, nee unna number. Padayadi yadi polligil unna number. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ ബിഗ് ബോസ്? ഒരു മാറ്റം വേണ്ടേ? എല്ലാവരും എത്രയും പെട്ടെന്ന് ടാസ്കിലേക്ക് വരൂ. ഇതിനാണോ രാവിലെ എണീപ്പിച്ച്? പുലർച്ചെ 5:20. ഞാൻ എൻറ്റയർ സീസണിൽ വീട്ടിൽ നിന്നതാ. ബട്ട് ഞാൻ ഇതുവരെ കിച്ചൺ ഈ അവസ്ഥയിൽ കണ്ടിട്ടില്ല. സിങ്കിന്റെ ഒക്കെ കോലം നോക്ക, ഈ എൻറ്റയർ കിച്ചൺ നോക്ക. സോ സിക്ക്. അല്ല, ഞാൻ കയറിയിരുന്ന അത് ഫുള്ള് ചെയ്യാം. അല്ല, അതല്ല ഉദ്ദേശിച്ചത്. സാർ പോയിട്ട് വിശ്രമിച്ചോ? തീർച്ചയായിട്ടും. വേദലക്ഷ്മി, എന്താ കിച്ചന്റെ സിറ്റുവേഷൻ? വെസൽസും സിങ്കും ഫുള്ള് വേസ്റ്റും. ഐ ഹവ് സ്റ്റേഡ് ലൈക്ക് എൻ എൻറ്റയർ സീസൺ ഇൻ ദിസ് ഹൗസ്. പക്ഷെ ഐ ഹവ് നെവർ വോക്ക് അപ്പ് ടു എ കിച്ചൺ ലൈക്ക് ദിസ്. ഞാൻ ഇങ്ങനെ ഒരു കിച്ചണിലേക്ക് ഉറക്കം എഴുന്നിട്ടില്ല. ടാസ്ക് ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടും നമ്മൾ വെസൽ ടീമിനടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ. ദാറ്റ്സ് തിങ്. ഞാൻ ഇന്നലെ ഒറ്റ ഗസ്റ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേണ്ടി ഒരു എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കി എന്നല്ലാതെ വേറെ എക്സ്ട്രാ വർക്ക് കിച്ചണിൽ എന്തായിരുന്നു? കിച്ചൺ ഇത്രയും സിക്ക് ആവാനുള്ള GM ആയിട്ടല്ല ഞാൻ പറയുന്നത്. ക്യാപ്റ്റൻ ഉണ്ട്, അതിനകത്തൊരു വെസൽ ടീം ഉണ്ട്. ഷീസ് ദ ക്യാപ്റ്റൻ, ഷീസ് ആൻസർ. അല്ല, യു ഐ മീൻ യു ആസ്ക്ഡ്. It's not BB house. It's actually BB hotel. അപ്പോൾ അവിടെ വെസൽ ടീം അല്ല, അത് വെസൽ ടീം അല്ല. BB ഹോട്ടൽ വെസൽ ടീം അല്ല. ഇത് മാത്രമല്ല, ടാസ്ക് BB ഹോട്ടൽ വെസൽ ടീം ഹൗസ് ആയിട്ടുള്ള ടീം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് വെസലും ഫ്ലോറും അങ്ങനെ എല്ലാ സെപ്പറേഷൻസും ഉണ്ട്. സോ ഷീ ഈസ് റെസ്പോൺസിബിൾ, നോട്ട് മീ. രാവിലെ 6:20. ഈ ഹോട്ടലിൽ നടക്കുന്ന മെയിൻ കുറച്ച് ഗോസിപ്പുകൾ പറയൂ, കേക്കട്ടെ. ഈ ബെഡിലാണ് മാനേജർ കിടക്കുന്നത്. മാനേജർക്ക് ഒരു പാവ ഉണ്ടായിരുന്നു. പാവയുടെ പേര് പ്ലാച്ചി എന്നാണ്. ഞാൻ അടുത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ വിളിച്ചിരുന്നത് പ്ലിങ്കു എന്നാണ്. എന്ത്? പ്ലിങ്കു. പ്ലിങ്കു. ആ, മാനേജറുടെ പ്ലാച്ചി, എന്റെ പ്ലിങ്കു. അപ്പൊ ഒരു ദിവസം പ്ലാച്ചീനെ ഇതിന്റെ മുകളിൽ കെട്ടിത്തൂക്കി. പക്ഷെ അത് ആരാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങളോട് ഞാൻ ഗോസിപ്പ് ചോദിച്ചിട്ട് നിങ്ങൾ മേജർ ഗോസിപ്പ് പറയാതെ അവിടെ ഇവിടെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തിനാ? നിങ്ങൾ റിയാലിറ്റി പറയാതെ അനീഷ് റിയാലിറ്റി പറയാതെ ഗോസിപ്പ് പറഞ്ഞു കൊടുക്കും. വേറെ ഗോസിപ്സ് അല്ല, ഇവിടെ കുറെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ഒരു മെഡിക്കൽ ഓഫീസറാണ് നെവിൻ. നെവിൻ ആളുകളുടെ അടുത്ത് പോയിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു എന്ന് പലരും പറയുന്നു. അപ്പോ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതാരാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് ഷാനവാസാണ്, ഇവിടുത്തെ ഒരു എംപ്ലോയിയോ? നിങ്ങളുടെ കോ ക്ലീനർ അല്ലേ? നിങ്ങളുടെ കൂടെയുള്ള ക്ലീനർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും അല്ലേ? അതെ 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 അതെ. ഓക്കെ, എന്താ പറഞ്ഞത്? നെവിൻ കൂടുതലായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ഷാനവാസ് ഞാൻ ഗോസിപ്സ് പറയാൻ പറഞ്ഞപ്പോ നെവിനെ കുറിച്ചിട്ടുള്ള ഗോസിപ്സ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇയാള് പറഞ്ഞത്? നിങ്ങളുടെ കോ ക്ലീനറോട് എന്റെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ പറയാം. മാനേജർ, GM, മാനേജർ, ഞാൻ ഇവിടുത്തെ ക്ലീനറോട് എനിക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഹീസ് നോട്ട് ചേഞ്ചിങ്. പുള്ളിക്കാരന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ. ഐ വോണ്ട് ഷാനവാസ് ക്ലീനർ ടു എന്റെ ബെഡ്ഷീറ്റ് വിരിക്കണം. ചെയ്യാൻ പറ്റില്ല, ധിക്കരിച്ചു. അതെനിക്കറിയില്ല. നിങ്ങൾ എന്ത് ചോദിക്കാം? നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് ചെയ്യും. പറയട്ടെ? വേണ്ട വേണ്ട വേണ്ട. നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചെയ്യാൻ നിങ്ങൾ ആരാ? അതെ, ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്താൽ എനിക്ക് കുളിക്കും, ഫ്രഷ് ആയും മറ്റേ ബാത്റൂം പോകുന്നുണ്ട്. കാരണം ഞാൻ എന്റെ യൂണിഫോമും കാര്യങ്ങൾ ഇട്ടിട്ടല്ലേ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാം. യൂണിഫോം ഇടാതെ ഡ്യൂട്ടിക്ക് ഇറങ്ങണം. യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ ആ ഓൺ ഡ്യൂട്ടി എന്ത് വർക്കാ ചെയ്യേണ്ട വെച്ചാൽ ഞാൻ ചെയ്യും എന്റെ ഡ്യൂട്ടി, അല്ലാതെ ഞാൻ ചെയ്യില്ല. അല്ല, ഇത്രയും ഹെഡ് വെയിറ്റ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഞാൻ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ A to Z എന്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം.
ഡ്യൂട്ടി കയറാതിന് മുമ്പ് ഡ്യൂട്ടി ചെയ്യണമെന്ന് ആരെങ്കിലും അടിമപ്പണി എടുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചെയ്യില്ല. ഗസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നിങ്ങൾ ആര് പറയുന്നത് കേൾക്കുന്നത്? എനിക്ക് ശമ്പളം തരുന്ന ഗസ്റ്റുകളല്ല. ഗസ്റ്റോട് അങ്ങനെ കൈ ചൂണ്ടിട്ട് അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ റാഗിംഗ് നടക്കില്ല, ടോർച്ചറിങ് നടക്കില്ല ഒരു ഗസ്റ്റുകളുടെ. റാഗിങ്ങോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ? ഗസ്റ്റുകൾക്ക് മറുപടി അറിയേണ്ട ആവശ്യം എനിക്കില്ല. ഇവിടെ ഹോട്ടലിനെതിരെ GM-നെതിരെ സമരം പിടിച്ച ആൾക്കാർ അവിടെ വന്നാണ്ട് എന്നെ നന്നാക്കാൻ നടക്കുന്നത്. ഇയാൾ എന്താണ് ഇങ്ങനത്തെ വർത്താനം പറയേണ്ടത്? അയാൾ ഗസ്റ്റിനോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് പെരുമാറി നിങ്ങൾ കണ്ടില്ല? ഗസ്റ്റിനെ പണിയെടുക്കുക, എക്സ്ക്യൂസ് മീ യൂണിഫോം ഇട്ടിട്ട് വേഗം ഡ്യൂട്ടി കയറോ? വാട്ട് ഈസ് ദാറ്റ്? യൂണിഫോം ഇട്ടാ ഡ്യൂട്ടി കയറും. വേഗം പോയിട്ട് സംസാരിക്കാൻ പിന്നെ ആജ്ഞാപിക്കില്ലേ? മാനേജറും അസിസ്റ്റന്റ് മാനേജറും അയാൾ പറയും നിങ്ങൾ കേൾക്കുന്നില്ല. എന്താ പറഞ്ഞ? ഗസ്റ്റിന്റെ സ്ഥലത്തിരിക്കണം, ഗസ്റ്റിനെ പണിയെടുത്താൽ മതി. ഇങ്ങനെയാ ബിഹേവ് ചെയ്യുന്ന. No, you have to tell him. Just go and ask him, why are you being disrespectful towards the guest? Sir, don't worry. Sir, please. ലേറ്റ് ആയിട്ട് പണി എടുക്കത്തുള്ളെങ്കിൽ പണി കൂടുതൽ കൊടുത്തോളാം. കൊടുക്ക് സാറേ അങ്ങോട്ടേക്ക്. എവിടെ? I need some people to collect some trashes and put it all over here. Sure, why not? What do we put? Trash. ഇയാള് ഹോട്ടലാന്ന് ആൾക്കാർ. അദ്ദേഹം യൂണിഫോമിലാണോ നിൽക്കുന്നത്? യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ. അതിനകത്ത് ഗസ്റ്റ് അങ്ങനെ പറയുമ്പോ മാറ്റണോണ്ട് എന്താ പ്രശ്നം? എന്താ, എനിക്ക് അതിനോട് താല്പര്യമില്ല. സാർ എന്നാ ഞാൻ എടുക്കണോ? പിടിച്ചോളൂ സാർ. മാറി നിൽക്കാൻ അങ്ങോട്ടേക്ക്. അല്ലേ ഇവിടെ ഗസ്റ്റ് ആണോ? എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത ഐ വിൽ ഡു whatever I want. സർ ഗസ്റ്റിന് ഇല്ല. വേണോ സാർ? മാറിക്ക് അങ്ങോട്ടേക്ക്. ഡോണ്ട് ടച്ച് മീ. അടുത്ത ഗസ്റ്റുകൾ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഹോട്ടൽ ക്ലീൻ ചെയ്യിപ്പിക്കുക. രാവിലെ 6:30. ഇതല്ല, ഇതിന്റെ അപ്പുറം ഇവിടെ ഇത് കൊളാക്കിയിട്ടാലും ഞാൻ ചെയ്യണം. മനസ്സിലായില്ലേ? ചെയ്യണം. അതിനാണല്ലോ നിങ്ങൾക്ക് സാലറി തന്നെ ഇവിടെ നിർത്തി. ചെയ്യും, ചെയ്തോളൂ. അതിനൊന്നും ഒരു ടെൻഷൻ ചെയ്തോളൂ. അല്ലാതെ ഇവിടെ ആജ്ഞാപിക്കാൻ ആരും വരണം. ആജ്ഞാപിക്കാൻ വരും. തൊഴിലാളികൾ പണിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ സ്റ്റാർ ഞാൻ ജോലി ചെയ്തത് കിട്ടിയ സാധനം. നിങ്ങൾ ജോലി ആയിട്ട് ജോലി ചെയ്യാൻ ഞങ്ങൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ചു വാങ്ങാനോ ഞങ്ങളെ പണിയെടുപ്പിക്കാനോ ഗസ്റ്റ് ആളല്ല. ജോലി പിരിച്ചു വിട്ടോ? ഞാൻ ചെയ്ത ജോലിയുടെ കൂലി അതെങ്ങനെ തരുന്നത്? അതിന് ഇവിടെ ബോസ് പറയണം. മേഡാണ് ഞങ്ങള്. എന്നോട് റെസ്പെക്ട് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണം. ആസ് എ മാനേജർ എന്നോട് ഇങ്ങനെ ഒച്ച ഉയർത്തി സംസാരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ കയ്യിൽ സ്റ്റാർ തിരിച്ചു വാങ്ങും. അയാൾ എന്നോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് പെരുമാറുന്ന സ്റ്റാർ തിരിച്ചു വാങ്ങും. ഗസ്റ്റ് ആയിട്ട് ഇവിടെ വരിക, പോവാ. ഗസ്റ്റ് തൊഴിലാളികളെ നെഞ്ചത്ത് കയറണ്ട. അസിസ്റ്റന്റ് മാനേജർ എന്നോട് ഇത്രയും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന ഇവിടെ ബാക്കിയുള്ള എംപ്ലോയീസിന്റെ അടുത്ത് ചെയ്യുന്ന പോലെ സ്റ്റാർ തിരിച്ചെടുക്കണം. ഇനി ഇവരോട് ഇതെല്ലായിടത്തും പുറത്തിടാൻ പറ. ഞാൻ ക്ലിയർ ചെയ്തോളാം. ഇതെല്ലായിടത്തും പുറത്തിട്ടോ, നോ ഇഷ്യൂ. ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം. പക്ഷെ തൊഴിലാളി തൊഴിലവകാശ ലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പ്രതികരിക്കും. അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. പറയരുത്, അങ്ങനെ പറയരുത്. പറയും. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ പണിയാണ് ഞങ്ങൾ നോക്കട്ടെ. ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന വാക്കുകൾ പറയല്ലേ? റെസ്പെക്ട് ചെയ്യും. അങ്ങനത്തെ വാക്കുകൾ പറയും. നിങ്ങൾ ഏത് കോടീശ്വരനായാലും വേണ്ടില്ല, ഏത് ധനികനായാലും വേണ്ടില്ല, പറയാനുള്ളത് ആയിക്കോട്ടെ. നീ ഈ വൃത്തികേട് ഇത്രയും കാലം സഹിക്കുന്നില്ലേ? ഇത്രയും കാലം ഈ വൃത്തികേട് സഹിച്ചില്ലേ? ഈ കൂടെയുള്ള വൃത്തികേടാണോ? ഇതാണോ വൃത്തികേട്? ഇതാണോ അനീഷ് വൃത്തികേടാണോ? ആ വൃത്തികേട് സഹിച്ചില്ലേ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ?
ആ വൃത്തികേട് സഹിച്ചില്ല മത്ലബ് ഏത് വൃത്തികേട് സഹിച്ചില്ല ഇത്രയും കാലം? പറയൂ, തെളിച്ച് പറയൂ. ഏത് വൃത്തികേട് സഹിച്ചില്ല? ഇങ്ങനെ നോക്കിട്ട് ഈ വൃത്തികേട് മുതലാളിയുടെ മകളെ മുതലാളിയുടെ മകളെ ഇത്ര വൃത്തികേട് എന്താ നോക്കിയിട്ട്? അത് വൃത്തികേടാണ്. ഇവിടെ മുതലാളിയുടെ ദൂർത്തടിച്ച് കളയുന്ന ഈ വൃത്തികേട് സഹിച്ചില്ലേ? പൈസ ഒരു ഉളുപ്പില്ലാതെ അച്ഛനോടുള്ള കടപ്പാടാ. അച്ഛൻ വരട്ടെ. എന്തേ അച്ഛൻ പറഞ്ഞാൽ ഇതോടെല്ലാം സറണ്ടർ ഞങ്ങൾ പണിക്ക് ഞങ്ങളെ ജോലിയോ? നിങ്ങൾ എന്താ ഒരുമിച്ച് വന്നതാണോ? അല്ലല്ലോ. ഞങ്ങള് ഞങ്ങളെന്നെ അച്ഛൻ പറഞ്ഞാൽ ഞങ്ങള് പോകുന്ന അയാൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളെന്ന് പറയുന്നത് പറ്റതൊന്നുമല്ലല്ലോ. വേറെ ആളല്ലേ? മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. മിണ്ടാതിരിക്കുന്നതാണ് ഒരു വൃത്തികേട് കോരൂ. അനീഷ് തൊഴിലാളികളുടെ ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയുള്ളൂ. ഇനി ഇതൊരു 10,000 പ്രാവശ്യം തട്ടിയിട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഒരു ഇഷ്യൂ ഇല്ല. 10,000 വട്ടം തട്ടിട്ടാലും കുഴപ്പമില്ല. കുഴപ്പമില്ല നിങ്ങളല്ലേ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ. ക്ലീൻ. എന്തായാലും ഞാൻ ഒരു വൃത്തികെട്ട ഗസ്റ്റാ. ഞാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ തരാം. വൃത്തികെട്ട ഗസ്റ്റ്. Don't do this to me first of all. What did you say? What did you say? നീ നിന്റെ What is your I will speak later because എനിക്ക് ഒച്ചയെടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. കൂത്താലും പോകാത്ത കുറെ വേസ്റ്റുകള്. ഷാനവാസ് ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്റെ അടുത്ത് സംസാരിക്കണ്ട. നിന്റെ and all of that don't talk to me like that. തന്റെ ക്ലാസ് താൻ എവിടുന്നാ വരുന്ന തന്റെ ക്ലാസ് ബാക്കിയുള്ളവരോട് കാണിച്ചാൽ മതി. കച്ചറ വർത്താനം എന്നോട് പറയണ്ട. കച്ചറ വർത്താനം എന്നോട് പറയണ്ട. നിങ്ങൾ എല്ലാരും അങ്ങോട്ട് പോകണം. നിന്റെ വരവിന്റെ ഉദ്ദേശം അതിന് കയറി പിടിക്കാൻ ഉദ്ദേശമല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ട്രിഗർ ചെയ്തിട്ട് കാര്യമില്ല. അതിന് കയറി പിടിക്കാൻ ഉദ്ദേശമല്ല. സംസാരിക്കുക. നിന്റെ ഇവിടെ മുഴുവൻ വേസ്റ്റ് ആണല്ലോ. ഈ വേസ്റ്റുകളും വൃത്തികേടുകളൊക്കെ പോയാൽ മനസ്സിലായി. അത് ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണല്ലോ. ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണല്ലോ. ഇന്നലെ കിളിർത്ത കൂണുകളൊക്കെ വന്നുകൊണ്ട് ഇവിടെ ശബ്ദിക്കുമ്പോ ഞങ്ങളോട് പിരിച്ചോണ്ടല്ലേ. ഞങ്ങളുടെ മുതലാളി പറയും. മുതലാളി പറഞ്ഞ അവിടെ പിരിഞ്ഞു പോകും. തോക്ക് ഷാനവാസ് തോക്ക് ചൂണ്ടല്ലോ. അനീഷിനോട് ഞാൻ വരാൻ പറഞ്ഞു. അനീഷിനോട് ഞാൻ വരാൻ പറഞ്ഞു. അനീഷിനോട് ഞാൻ വരാൻ പറഞ്ഞു. ക്രിമിനൽസ് അല്ല, തൊഴിലാളികളാണ്. അയാളാണ് എന്റെ അച്ഛനാണോ? മാനേജ് ചെയ്യുന്ന GM ആണോ? അപ്പൊ ഇവിടെയാ കൂറ് വേണ്ട. അയാളുടെ അടുത്തല്ല. അയാളുടെ അടുത്തല്ല. അയാളുടെ അടുത്താണോ? അല്ലയോ? അല്ല. അപ്പൊ അയാൾ വരും. സ്റ്റേ ബാക്ക്. അവിടെ പോയി നിൽക്കാൻ സംസാരിക്കാൻ താല്പര്യമില്ല, കേൾക്കാൻ താല്പര്യമില്ല. സ്റ്റേ ബാക്ക്. അറിയാലോ അയാളും അൺഹൈജീനിക് ആണ്. സ്റ്റേ ബാക്ക്. എന്നോട് സ്റ്റേ ബാക്ക്. രാവിലെ 6:45. തൊഴിലാളികളെ നെഞ്ചത്ത് കയറാനുള്ള എല്ലാ പണക്കും വെടി വെക്കാൻ. ഹാൻഡ്സ് അപ്പ് ഷാനവാസ്, ഹാൻഡ്സ് അപ്പ്. നീ കുറെ ഹാൻഡ്സ് അപ്പ് പറഞ്ഞു. ഉണ്ടല്ലാത്ത തോക്കും കൊണ്ടു. അല്ലല്ല, നിങ്ങൾ ജോലി അപ്പൊ ചെയ്യണം വേണം തീരുമാനിക്കണം. നിങ്ങളിപ്പോ ജോലി നിങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ പോയിരിക്കും. ഞാൻ എവിടെ ഇരുന്നോളാം. ഇയാൾ ആരാ നിർത്താൻ? അല്ല പിന്നെ നിങ്ങൾ എന്താണ് അങ്ങനെ നടക്കും. എന്ത് അവിടെ പോയിരിക്കാൻ പറയും. അങ്ങോട്ട് ചെന്ന് ഇടിച്ചിട്ട് ദേഹത്ത് തൊട്ടാ വിവരം അറിയുന്നൊക്കെ. ചുമ്മാ നിൽക്കുന്ന ആളെ ഇങ്ങനെ ഇടിച്ചിട്ട് പോയിട്ട് ദേഹത്ത് തൊട്ടാ വിവരം അറിയും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അഗ്രഷൻ നിങ്ങൾ എന്താ കാണിക്കുന്നത്? ബോധമല്ലോ ഉണ്ടോ? എന്താ ബോധമല്ലായി? ഇവിടെ എനിക്ക് എല്ലാ ബോധമുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ നെഗളിപ്പിന് വേണ്ടി നിന്നോടുക്കാനുള്ള എല്ലാ തൊഴിലാളികളും ഗസ്റ്റുകളെ പണിയെടുക്കാൻ പോവാ. ഞാൻ എന്ത് ഡ്യൂട്ടി കയറണ്ട നിങ്ങൾ അറിയില്ലേ? കേറണില്ല. നടക്കാൻ പാടില്ല നിങ്ങൾക്ക് പറയുന്നുണ്ടോ? എന്റെ കൈ എന്റെ കാല് ഇവിടെ നടക്കണ്ടെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? എടുക്കൂണ് റെസ്റ്റ് റൂമിൽ എന്തിനു പോകണം? അവിടെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യൂ. ഞാൻ വെള്ളം കുടിക്കും, ചായ കുടിക്കും. ഒന്നും അനുസരിക്കണില്ല. എന്നോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് വിപ്ലവം ഉണ്ടാക്കാന്നാണെങ്കിൽ, ഓളം ഉണ്ടാക്കാന്നാണെങ്കിൽ ദാറ്റ്സ് എ വെരി ചീപ്പ് ടാക്ടിക്. എന്ത് What is this language? What is this language? Where are you coming from? നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഞങ്ങളല്ല, നിങ്ങൾ
ആയിക്കോട്ടെ, എനിക്ക് കുറച്ച് കൂട്ടുപിടിക്കണ്ട, ആരെയും കുറച്ചല്ല. നിങ്ങൾ പറയൂ. എനിക്ക് വേസ്റ്റുകളോട് കൂട്ടടിക്കുന്നവരോട് അങ്ങനെ സംസാരിക്കാനുള്ളൂ. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പോലുമില്ല. സ്റ്റാൻഡേർഡ് കുറച്ചല്ല. You don't have standard. No class. Zero standard. ഈ ഹൗസിൽ എന്ത്? Man, I'm not having any conversation with him. 46-ാം ദിവസം രാവിലെ 7:10. അനീഷ് മാഡം വിളിച്ചു. അത് ബുദ്ധിപൂർവ്വം ചിന്തിക്കും എന്തുകൊണ്ടാണെന്നുള്ളത്. ഷാനവാസിനെ ഒറ്റയ്ക്ക് കിട്ടി അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ്. അതിൽ വീഴണോ തീരുമാനിക്കുന്നത് ഷാനവാസാണ്. ഭയങ്കര മോശമാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. ഷാനവാസിനെ വാട്ടിട്ടിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. ഞാനും ഷാനവാസും കുറെ കാലങ്ങളായിട്ട് ഈ ഹോട്ടലിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് ഷാനവാസിന്റെ ഇമോഷൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാര്യം ചോദിച്ചോട്ടെ, അനീഷ് യൂഷ്വലി 10 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞ് ആരെങ്കിലും ചെറുതായിട്ട് ഇറലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ പുറകെ നടന്ന് ചുമ്മാ ഇറലവന്റ് ആയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കാണാമല്ലോ. ഇത്രയും തോന്നിവാസം വർത്താനം പറഞ്ഞിട്ടും ബാക്കിയുള്ളവരുടെ ഫിസിക്കലി അഗ്രസീവ് ആയിട്ടും റെസ്പെക്ട് കാണിക്കേണ്ട സ്ഥലത്ത് റെസ്പെക്ട് കാണിക്കേണ്ടടുത്തും റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ട് തനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ബാക്കില് അതെ 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 പറഞ്ഞ് 10 പ്രാവശ്യം നടക്കാറുണ്ടല്ലോ. ഇപ്പൊ തന്നെ വായ പോയി. ഷാനവാസ് തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കാണിച്ചു തരാം. 4 മണിക്കാണ് ഒരു വർക്കറെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട്. മനസ്സിലായോ? ആ ഒരു 4 മണിക്ക് ഒരു ബെഡ്ഷീറ്റ് മാത്രമേ വരുള്ളൂ. ഞാൻ സാറിന് സർവീസ് തന്നു വിത്തൗട്ട് യൂണിഫോം. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് യൂണിഫോം, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഡ്യൂട്ടി. നിങ്ങളോട് ആരാ പറഞ്ഞ ഇത്? 24 hours നിങ്ങൾക്ക് ടാസ്ക് ഇതുവരെ മനസ്സിലായില്ലേ? 24 hours വർക്കിംഗ് ചെയ്യുന്ന ബിബി ഹോട്ടലിന് വർക്കിംഗ് ടൈം ഉണ്ടോ നിങ്ങൾ തീരുമാനിക്കാൻ? നിങ്ങൾ ആരാ? എന്തുണ്ടെങ്കിലും എപ്പോ വിളിക്കാന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരെയും കള്ളന്മാരാ 10-20 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്ന താനത്തിന് ഇങ്ങനെ കള്ളം പറയുന്നത്. ഷാനവാസ് എക്സ്ട്രാ സ്റ്റാർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. മോഹന വാഗ്ദാനങ്ങളിൽ വീണതാണ് അനീഷ്. അവര് യൂണിഫോം ഇടുന്നതിന് മുന്നേ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്തു. അല്ല, അപ്പൊ ഷാനവാസ് പറയുന്നത് ഞാൻ ഡ്യൂട്ടിക്ക്, അതായത് ഞാൻ യൂണിഫോം ഇട്ടാലേ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുള്ളൂ എന്ന് പറയണത് എന്താണ് മേഡം? നിങ്ങളൊക്കെ തന്നെ ഇങ്ങനത്തെ ജോലിക്കാർക്ക് 4 സ്റ്റാർ കൊടുക്കുന്നത്. 46-ാം ദിവസം രാവിലെ 7:45. സോ എല്ലാവർക്കും എ വെരി ഗുഡ് മോർണിംഗ്. വെരി അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഗസ്റ്റിന്റെ കുറച്ച് എക്സ്പെക്ടേഷൻസ് നമുക്ക് രാവിലെ തന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ എം അപ്പോളജൈസിങ് ഫ്രം മൈ സൈഡ്. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സ്റ്റാഫിന് ഇൻഡിവിജ്വലി ഓരോ സെക്ഷനിലും ഉള്ള സ്റ്റാഫിനോട് പ്രത്യേകം പറയുവാണ്, ബി നൈസ് ടു ഹിം, ബി പൊളൈറ്റ് ടു ഹിം. ഇതുവരെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതുവരെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നത് ഓക്കെ ആണോ? അതാണ് ഞാൻ പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടല്ല ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആരും ആ ക്യാരക്ടറിൽ നിന്ന് മാറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാരക്ടർ നിന്ന് മാറിപ്പോകുന്ന ആളെന്തിനാ ക്ലാപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഔട്ട് ഓഫ് ക്യാരക്ടർ ആകെ ഒരാളെ ഉള്ളൂ. ഐ ഡോണ്ട് നോ വൈ ഹി ഈസ് ക്ലാപ്പിംഗ്. ഞാൻ ക്ലാപ്പ് ചെയ്യാൻ ക്യാരക്ടറിന് വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലീനർ ഗസ്റ്റിനെ അബ്യൂസ് ചെയ്യുന്നത് ക്യാരക്ടറിന് വിട്ടുപോകലല്ല. ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റുന്നതല്ല. ഗസ്റ്റിന് എന്താണോ വേണ്ടേ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി. അപ്പൊ എന്റെ ഡേ ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ ഇത്രയും കഴിഞ്ഞ ഡിസ്റെസ്പെക്ട് റെക്ടിഫൈ ചെയ്യാതെ പിന്നെ എന്റെ ഡേ എങ്ങനെ ബ്യൂട്ടിഫുൾ ആവുന്ന? ക്ലീനറോട് ഞാൻ എന്റെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ പറയാണ് ആൻഡ് ഹി കാൺ ചേഞ്ച് ഇറ്റ്. സോ ഇന്റൻഷനലി ഔട്ട് ഓഫ് ക്യാരക്ടർ പോവുകയാണ് സോ ദാറ്റ് പുള്ളിക്കാരനൊരു ഹീറോയോ വില്ലനോ അല്ലെങ്കിൽ കയറി വരുന്ന എന്റെ അടുത്ത് ഡിസ്റെസ്പെക്ട് കാണിച്ചാല് probably there might be people out there hating on me so that I'll be something, I'll be given some sort of importance. കാരണം എനിക്ക് ഹൗസിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ഇത്രയും മോശമായിട്ട് എന്നോട് ഒരാൾ ബിഹേവ് ചെയ്യുകയും മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആസ് എ GM നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഷാനവാസ് ഒന്ന് എഴുന്നേൽക്കൂ. One more thing. Who's he? He's a cleaner. Who's Akbar? He's an assistant manager. ഒരു ക്ലീനർ അസിസ്റ്റന്റ് മാനേജറിനെ തള്ളുകയാണ് സോ ദാറ്റ് ഒരു ഫിസിക്കൽ അഗ്രഷൻ അവിടെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എത്രമാത്രം ഓക്കെ ആണ്?
തള്ളിയായിരുന്നു. അത് പുതിയ കാര്യമല്ല, അത് കോൺസ്റ്റന്റ് ആണ് ആക്ച്വലി. തള്ളിയിട്ടില്ലേ? തള്ളിയിട്ടുണ്ട്. ഞാൻ പിന്നെ കാണാത്ത കാര്യമാണോ പറയുന്നത് തള്ളിയിട്ടില്ലെന്ന്? ഞാൻ കാണാതെ പറയാണ് തള്ളിയിട്ടില്ലെന്ന്. ഞാൻ തള്ളിയിട്ടില്ല. ആ വാദത്തിൽ തന്നെ ഞാൻ ഉറച്ചു വെക്കുന്നു. ജിസേലിനെ പോലും, ഒരു സ്ത്രീനെ പോലും ചുമ്മാ നടന്നു പോകുമ്പോഴത്തേക്ക് ഈസ് ട്രൈങ് ടു പുഷ് ഹർ. ഹൗ ഇസ് ദാറ്റ് ഓക്കേ? ലക്ഷ്മി അവരോട് എണീച്ച് നിൽക്കാൻ പറയൂ. ഷാനവാസ് ആദ്യം എഴുന്നേറ്റ് നിൽക്കൂ. ഷാനവാസിനോട് സമയമുണ്ടോ? ആ സംസാരിക്കാൻ എന്തോ എനിക്ക് മറുപടി പറയാനുള്ള സമയമായോ? മറുപടി പറയാൻ മാത്രമല്ല ഷാനവാസ് എഴുന്നേക്കട്ടെ. ഒരാളോട് സംസാരിക്കുമ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അത് കേൾക്കുക എന്നുള്ളത് മിനിമം മര്യാദയാണ്. യു ആർ ഡിസ്മിസ്ഡ്. ബിഫോർ ദാറ്റ് വെച്ചിട്ട് പോകും. ഷാനവാസിന്റെ സ്റ്റാർസ് ഇൻവാലിഡ് ആണ്. ഇത്ര ഫ്രജൈൽ ഈഗോ ഉള്ള പുരുഷന്മാര്. അതെ. രാവിലെ 8:25. ഞാനൊരു ടാസ്ക് തന്നിരുന്നു, എന്തായി? എല്ലാരും പിരിഞ്ഞു പോയി. ബിഗ് ബോസ് അത് പ്രോപ്പർലി ചെയ്യുന്നില്ല. ബിഗ് ബോസ് വാശി പിടിച്ചിട്ട് പേഴ്സണൽ വെഞ്ചൻസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒരാൾ അഹങ്കാരം കാണിച്ചിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ വാക്കുപോലും കേൾക്കാൻ താല്പര്യമില്ല. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഈഗോ അടിച്ചിട്ട്. ബന്ധിതനായിട്ടിരിക്കുക. റിയാലിറ്റി ഷോ ആണ്, സീരിയൽ ആണെന്ന് ഓർത്തിട്ടാണ് ചെയ്യുന്നത്. റിയാലിറ്റി ഷോ ആണെന്നുള്ളൊരു കാര്യം മറന്നു പോകുന്നു. എന്നിട്ട് അനാവശ്യമായിട്ടുള്ള വൃത്തികെട്ട രീതിക്കുള്ള ചേഷ്ടകളും വാക്കുകളും ഒക്കെ യൂസ് ചെയ്ത് ഇവിടുത്തെ ഗസ്റ്റിനെ അപമാനിക്കുന്നു. രാവിലെ 9 മണി. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ ജോലി ചെയ്ത് തുടങ്ങിയ സമയം മുതൽ തന്നെ ഞങ്ങളുടെ GM, അതായത് ജനറൽ മാനേജർ മാഡം ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. സെക്കൻഡ് ഡേ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ജനറൽ മാനേജറിനോട് പറഞ്ഞു, വീണ്ടും ഞങ്ങളെ അപ്പോയിന്റ് ചെയ്തു. ഞങ്ങളുടെ ഗസ്റ്റാണ് ഞങ്ങളുടെ ഇമ്പോർട്ടന്റ്. ഇനിയും ഞങ്ങൾ ഗസ്റ്റിനെ പരിപാലിക്കുന്നതായിരിക്കും. അത് ഇന്നലത്തെ ഞങ്ങളുടെ ഗസ്റ്റിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തില്ല പറയാനുള്ള അവസരം തരികയാണെങ്കിൽ ഞങ്ങൾ പറയാം. ഈ വീട്ടില് ഈ പാരിതോഷികം കൊടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി സ്റ്റാഫിന് 2, 3 ഒക്കെ സ്റ്റാർസ് കൊടുക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ആ ആയുധം പോലും സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് നിങ്ങളിലേക്ക് എനിക്ക് ബോധിപ്പിച്ചു തരണമെന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഗസ്റ്റിനെ അവർ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തു എന്ന് ഗസ്റ്റിന് തോന്നിയതിന്റെ പ്രകാരമാണ്, ഗസ്റ്റ് സജസ്റ്റ് ചെയ്തതിന്റെ പ്രകാരമാണ് ഗസ്റ്റിനെ സ്റ്റാർ കിട്ടിയത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടും നിങ്ങൾ എന്തിനാണ് ഈ തോക്ക് ഒളിപ്പിച്ചു വെക്കുന്നതിലൂടെ, തോക്ക് ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ അവരെ പറ്റിയിട്ടാണ് നിങ്ങൾ അലിഗേഷൻ തോക്ക് ഞാൻ എടുത്ത് ഒളിപ്പിച്ചിട്ടില്ല. എന്റെ കൂടെയുള്ള സ്റ്റാഫ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുമില്ല. എന്നിട്ട് പോലും ഞാൻ ഇത് പറയുന്നു എന്നുണ്ടെങ്കിൽ അപ്പൊ തെറ്റ് സമ്മതിച്ചോ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരാൾ തെറ്റ് ചെയ്ത് സമ്മതിച്ചോ? നീയാണോ മാറ്റിയത്? പറയട്ടെ, ജിസേലാണ് ഇരിക്കെ. നിനക്കെന്താ ഇത്ര കൊള്ളാൻ? നിനക്കെന്താ ഇത്ര കൊള്ളാൻ? അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, നീ അവിടെ ഇരിക്കേ. ആ ഇരിക്കെ അവിടെ. അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. പിന്നെ അപ്പോളജൈസ് ചെയ്യണം. എന്റെ സാർ എനിക്കത് റെസ്പെക്ട് ഇങ്ങോട്ട് കാണിക്കുന്നത് ചിലപ്പോൾ ഇങ്ങോട്ട് കാണിക്കുന്നത് റെസ്പെക്റ്റിലെല്ലാം തോന്നുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ബോഡി എന്ന് വിളിക്കുന്നതിൽ റെസ്പെക്ട് അങ്ങോട്ട് കാണിക്കുന്നതിൽ എനിക്ക് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. വിളിച്ചിട്ടില്ല അഭിലാഷ്. ഗണ്ണ് എടുത്തത് ഞാനാണ്. സോ ഞാൻ അപ്പോളജൈസ് ചെയ്യാണ്. ഞങ്ങൾ ഒരു വാഷ്റൂം ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് ഇംപ്ലിമെന്റ് ചെയ്തു. ഞങ്ങൾ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു. റൂള് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പാലിച്ചതെന്ന് പറഞ്ഞാൽ അത് അനീഷായിരിക്കും. സെക്കൻഡ് വണ് ആള് ഇവിടെ ഇല്ല, ബിന്നിയാണ്. ഹൈജീനും മെയിൻറ്റെയിൻ അടുത്തായിട്ട് പറയുന്നത് ഒനീലിനെ പറയുന്നു. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒനീൽ ഈ പറയുന്ന പോലെ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ സാബുമാൻ ആണ്. അപ്പൊ ആ റൂള് ബ്രേക്ക് ചെയ്തില്ല. പല ആൾക്കാരും തന്നെ ഗസ്റ്റിന്റെ ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സാബുമാനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാച്ചു എന്നുള്ളൊരു ഇതായത് ഹൈജീനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് നമ്പാറ്റൂരിൽ ഈ 4 പേരും അത്യാവശ്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ചേർന്നുള്ള ഡിസിഷനാണ് ഇതില്. 46-ാം ദിവസം രാവിലെ 9:40.
സ്റ്റാർസ് കൊടുക്കുന്നതിന് മുമ്പ് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് സ്റ്റാർ വാങ്ങണം. ബിക്കോസ് ഓഫ് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം he doesn't deserve a star. ഇവിടെ ഓരോരുത്തർ ഓരോ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഗസ്റ്റുകൾ എന്നോട് എന്റെ നെഞ്ചത്തോട് കയറാൻ വന്ന വെറുതെ വിടും ഞാൻ. What do you think you're doing? Something heroic? ഷാനവാസ് ചീപ്പ് സീരിയൽ അല്ല, റിയാലിറ്റി ടിവി ഷോ. ഒന്ന് തന്ന ടാസ്കിനകത്ത് കൊടുത്ത ക്യാരക്ടർ വിടാതെ ചെയ്തിരിക്കുന്നത്, ദെൻ എന്റർടൈനിങ് കണ്ടന്റ് കൊടുത്തിരിക്കുന്നവർ, പിന്നെ ഗസ്റ്റിനോടുള്ള റെസ്പെക്ട്ഫുൾ ബിഹേവിയർ. ഷാനവാസ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പ്ലീസ് പറയണം. ചീപ്പ് സീരിയൽ എന്ന് പറയുമ്പോൾ വി ആർ ഓൾസോ ഫ്രം സീരിയൽ ഇൻഡസ്ട്രി. Totally understand and respect your profession. Yeah. And all serials are not cheap serials. Yeah, but still cheap serials ഉണ്ട്. I agree with that, but still അങ്ങനെ നെയിം ചെയ്യുമ്പോൾ we are also from the serial industry. It's insulting like our profession. തീർച്ചയായിട്ടും. Thank you. Yeah. 46-ാം ദിവസം രാവിലെ 10 മണി. ജീവനക്കാരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ 4 പേരും ചേർന്ന് സ്റ്റാറുകൾ വിതരണം ചെയ്യുക. സ്റ്റാർസ് തരുന്നതിന് മുന്നേ തന്ന 4 സ്റ്റാർസും തിരിച്ച് ഷാനവാസിന്റെ വാങ്ങിക്കാനാണ് ഓർഡർ അല്ല, GM-ന്റെ ഓർഡറിലോ ഓണറിന്റെ മകളുടെ ഇന്നലെ ഒണിയുടെ അടുത്ത് അല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് ഓർഡർ കിട്ടണം? ഓണർ അല്ല തീരുമാനിക്കുന്നത്, ഓണറിന് വേറെ പണിയുണ്ട്. ഈ പാനലായിരുന്നു തീരുമാനിച്ചു തന്നത്. സോ ഒനിയിൽ നിന്ന് കോയിൻ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങാം. സോ വാങ്ങുകയാണ്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ഒരു ക്ലീനർ ആയിട്ട് ഗസ്റ്റിനോട് അബ്യൂസീവ് ലാംഗ്വേജിൽ പെരുമാറുക, അസിസ്റ്റന്റ് മാനേജറിന്റെ ഫിസിക്കൽ അഗ്രഷൻ കാണിക്കുക, ഇതൊന്നും ആബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ അല്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇന്ന് ഇതിന്നുള്ള പാസ്റ്റ് എന്ത് റോങ് ചോദ്യമല്ല. ഞാൻ നിങ്ങളോട് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്തോ ഇല്ല എന്നുള്ളത് I could literally tell you to but I did not. ഷാനവാസിന് ഇനി കോയിൻസ് വേണമെങ്കിൽ ഷാനവാസ് റെസ്പെക്ട്ഫുള്ളി നിന്ന് വർക്ക് ചെയ്ത് കോയിൻസ് അടുത്ത റൗണ്ടിൽ വാങ്ങട്ടെ. ഇപ്പോൾ ഉള്ള കോയിൻസ് എല്ലാം ഷാനവാസ് റിട്ടേൺ ചെയ്യണം. അതില്ലാതെ ഇതിന്റെ പാർട്ട് ആവാൻ എനിക്ക് താല്പര്യമില്ല. കൊടുക്കുന്നതിന്റെ പാർട്ടും ഞാൻ താല്പര്യം. ഓണർ പറയട്ടെ, തിരിച്ചു വെക്കാൻ റെഡിയല്ലല്ലോ. ഞാൻ കുളിക്കാൻ പോവാണ്, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഇതിന്റെ ഡ്രാമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാം, ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ മേശപ്പുറത്ത് വെക്കും. ബിഗ് ബോസ് ഇദ്ദേഹത്തെ പോലുള്ള ചീപ്പ് ഗെയിമിന് വേണ്ടിയിട്ട് എന്റെ സമയം കളയാൻ താല്പര്യമില്ല. വേണം എനിക്ക് തിരിച്ചു പോയി. കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ തുറന്നു പറയുമ്പോൾ കുരു പൊട്ടും. എന്ത് വൃത്തികേടാണോ കാണിച്ചു കൂട്ടിയെടുത്ത? കൂടല്ല മേഡത്തിനോട് ചോദിച്ചാൽ മതി. ഏത് മേഡം? കൂടല്ല മേഡാണല്ലോ ഇത് പൊക്കി പിടിച്ചു കൊണ്ടത്. ഏത് മേഡമല്ലോ? ഏത് മേഡം? നമ്മൾ തമ്മിലുള്ള പ്രശ്നം. കൂടെയുള്ള മേഡത്തിന് ഇഞ്ചക്ട് ചെയ്തത് ആരാ? താനാണ്. താൻ പറയുന്ന വെറും വൃത്തിയേട്ട മനുഷ്യൻ മാത്രമേ പറഞ്ഞോളൂ. തെളിവുണ്ടോ? ഷാനവാസ് നിങ്ങൾ തീർന്നു, മനസ്സിലായി? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാർ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും, മനസ്സിലായില്ലേ? നിങ്ങളെ പോലുള്ള വൃത്തിയേട്ട പാരന്റ്സ് ആണ് ഈ ലോകത്തിന് ഓരോ മനുഷ്യരും സ്റ്റാൻഡിലും ബസ്സിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് ഇതുപോലെ. അവരോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊക്കെ അവരോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതേപോലെ പ്രതികരിക്കും. എന്റെ വിഷയത്തിൽ ഇടപെടരുത്. ഒരു മിനിറ്റ് ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ പോലെ ഒരു കള്ളനാണ്. കള്ളന്റെ മുഖംമൂടി വലിച്ചു മാറി. എനിക്ക് ഇവിടെ ഇപ്പൊ എനിക്ക് നട്ടലില്ലാത്ത നാരി സ്വഭാവം കാണിച്ചത് അവിടെ പോയിരിക്കുന്നത്. ഇവരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഞങ്ങളാണ്. ഞങ്ങളെയും കൂടെയാണ് ഇതിനെ അലിഗേഷനിൽ വിധേയരാക്കുന്നത്. അതും കൂടെ ചിന്തിക്കണം ഇതിനകത്ത്. നീ അത് പറഞ്ഞില്ലല്ലോ. അങ്ങനെയുള്ള കോമൻസേഴ്സ് വെച്ചിട്ട് നീ എന്നെ ജഡ്ജ്മെന്റ് ചെയ്തതിൽ എനിക്ക് സങ്കടം. എന്റെ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുക, ഒരു സൊസൈറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഷാനവാസേ, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി അവനൊരു ഫൺ വേലാണ് ചെയ്ത്, അഴക്ക് മനസ്സുകൊണ്ടല്ല. എന്നോട് പറഞ്ഞൊരിതില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ആള് അത് ലാലേട്ടന്റെ എപ്പിസോഡ് സംസാരിക്കാന്ന് പറഞ്ഞു വെച്ചതാണ്. അവർ എവിഡൻസും ഞാനൊരു കാര്യം അനൗൺസ് ചെയ്യാൻ പോവാ. എല്ലാരും കേൾക്കുന്നുണ്ടോ? ആസ് ഹൗസ് മേറ്റ്സ് ഇതിന് അപ്പോളജൈസ് ചെയ്യാതെ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുന്നവരുണ്ട് ഇവിടെ. അപ്പോളജൈസ് ഷാനവാസ് ചെയ്യാതെ ഞങ്ങൾ ഫുഡ് കഴിക്കത്തില്ല. ജോയിൻ ചെയ്യേണ്ടവർക്ക് അല്ലാത്തവർക്ക് പോയി കഴിക്കാം. യു ആർ റോങ് ഷാനവാസ്, യു ആർ റോങ്, വെരി റോങ്. അപ്പൊ ഈ സംഭവം എന്തുവായിരുന്നു? നിങ്ങൾ ഇടയ്ക്ക് അഭിലാഷും ഓനിയിലും പറഞ്ഞ കോംബോ കാര്യം. ഞാനും സാബു പോ നല്ല രസത്തില് ഇവിടെ ഒരു കോംബോ ഉണ്ടായിരുന്നു വെച്ചോ. കളി, ചിരി, ഡാൻസ്, തമാശ, അതിന്റെ പേര് കോംബോ ആണ്. ഈ ഒരു ബന്ധം വെച്ചുകൊണ്ട്
ലിമിറ്റ് ക്രോസ് ചെയ്താൽ എന്താവും? അത് മാറും. ഈ ബന്ധമില്ലാതാവും. ഇതിനൊക്കെ മുമ്പാണ്, ഈ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പാണ്. ഇത് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു, പിന്നെ അപ്പം തിരിച്ചു വന്നിട്ടാണ് ലിമിറ്റ് ക്രോസ് ആയത്. രാവിലെ 10:55. ഞാൻ കുറച്ച് സ്റ്റാറുകൾ തന്നിരുന്നു, അതിൽ തീരുമാനമെടുത്തോ? ഇപ്പൊ നൽകിയ സ്റ്റാറുകൾ ആർക്കാണ് കൊടുക്കുന്നത്? ഒന്ന് ജിസേലിനും. ആള് നല്ല ആക്റ്റീവ് ആയിരുന്നു, ടാസ്ക് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റാർ കൊടുക്കുന്നത് അക്ബറിനാണ്. അതുപോലെ തന്നെ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, അതുപോലെ ആള് ഭയങ്കര എന്റർടൈൻമെന്റും നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റാർ കൊടുക്കുന്നത് നൂറയ്ക്കാണ്. ആള് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ എക്സ്ട്രാ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെന്റിലും വിളിച്ച പ്രകാരം കണ്ടപ്പോൾ 3 കോയിൻ ഉള്ളതുകൊണ്ടാണ് പ്രിഫറൻസ് അങ്ങനെ വെച്ചത്. എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് മോർ കോയിൻസ് നെക്സ്റ്റ് റൗണ്ട് ഉണ്ടെങ്കിൽ യെസ്, ഞാൻ ഡിസ്റ്റർബിംഗ് ആണ്. കാരണം ഇന്നലെ അതെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള പാർഷ്യാലിറ്റി കാണിക്കാനാണ്. അതെ, പാർഷ്യാലിറ്റി. അർഹനായിരുന്നു, കാര്യങ്ങൾ ചെയ്തു, പക്ഷെ തരാൻ സൗകര്യമില്ല. അതന്നെയാണ്, അർഹനായിരുന്നു എങ്കിലും തരാൻ പറ്റില്ല. സാർ തന്നെ പറയുന്നു. സാറിനെ പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. സാറെങ്കിലും കുറച്ച് ജെനുവിനായിട്ട് ഇവിടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ സാറ് പോലും ഒട്ടും ജെനുവിനല്ലാന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നു. പെർഫോം ചെയ്തു, അതിൽ 3 പേരെ ചൂസ് ചെയ്യാനുള്ള അവകാശം അവരുടെയാണ്, അതിൽ റെസ്പെക്ട് ചെയ്യൂ. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇതുവരെ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ ലഭിച്ചത്? ഷാനവാസിനും ജിസേലിനുമാണ് ബിഗ് ബോസ്. രണ്ടുപേർക്കും 4 സ്റ്റാർസ് വെച്ചിട്ടുണ്ട്. ഷാനവാസിന്റെ 4 സ്റ്റാറുകളും ഞങ്ങൾ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇവരിൽ ഒരാൾക്ക് ഒന്നുകിൽ പണിപ്പുരയിൽ പോയി സ്വന്തമായി ലക്ഷറി വസ്തുക്കൾ ഷോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്വയം ഒരു ക്യാപ്റ്റൻസി മത്സരാർത്ഥിയായി മാറാം. അതിനായി ഇവരിൽ ആരെയാണ് ബാക്കി എല്ലാവരും ചേർന്ന് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് അനുമോൾ പറഞ്ഞതെങ്കിൽ, സോ അനുമോൾ വാസ് ഓക്കെ വിത്ത് ഹിം യൂസിങ് എന്റെ അടുത്ത് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്തതും ഡിസ്റെസ്പെക്ട് ആയിട്ട് പെരുമാറിയതും ഫിസിക്കൽ അഗ്രഷൻ അക്ബറിന്റെ അടുത്ത് പ്രോഗ്രസ് ചെയ്തതും എല്ലാം അനുമോൾക്ക് ഓക്കെ ആണപ്പോ. അപ്പൊ ഈ ഷോയില് അത് ഓക്കെ ടാസ്ക് ബേസ്ഡ് ആയിരുന്നു അനുമോൾ, അപ്പൊ ഇതൊക്കെ അനുമോൾക്ക് ഓക്കെ ആണ്. ഇപ്പൊ പോകുന്നതിൽ ടാസ്ക് ബേസ് ചെയ്തിട്ടാണല്ലോ, ടാസ്ക് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ ഇത്രയും വലിയൊരു ഷോയില് ഒരാൾ കോൺസ്റ്റന്റ്ലി അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അനുമോൾക്ക് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ സ്റ്റാറിന്റെ കാര്യം സ്റ്റാർ കിട്ടിയതിന് വേണ്ടിട്ടാ പറയാന്നുള്ള രീതിയിൽ ആരെയാണ് തിരഞ്ഞെടുത്തത്? ജിസേലിന് ഒന്നുകിൽ പണിപ്പുരയിൽ പോയി സ്വന്തമായി ലക്ഷറി വസ്തുക്കൾ ഷോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്വയം ഒരു ക്യാപ്റ്റൻസി മത്സരാർത്ഥിയായി മാറാം. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ക്യാപ്റ്റൻസി ബിഗ് ബോസ്. ജിസേൽ, അഭിനന്ദനങ്ങൾ. ഇരിക്കാം. സ്വന്തമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി ഏറ്റവും കുറവ് സ്റ്റാറുകൾ ഉള്ളത് ആരുടെ കയ്യിലാണ്? അല്ല, സാബുന് എത്ര? 2 പേർക്കും 1 വീതമാണോ? ബിഗ് ബോസ്. ഇവരിൽ ഒരാൾ ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷനിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടും. ആരെയാണ് ബാക്കി എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കുന്നത്? ബിഗ് ബോസ്, എന്റെ ജയിൽ നോമിനേഷൻ റന ഫാത്തിമയാണ്. കാരണം ടാസ്കിനിടയിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഷാനവാസിനെ പഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഇതിനിടയിൽ സംസാരം ഉണ്ടായി. സംസാരം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടാസ്കിന്റെ കാര്യം പറയാം, എന്നേക്കാൾ കൂടുതൽ സമയം ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്രം എന്തുകൊണ്ട് ഇന്ററപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം. എന്നെ പേടിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കണം. എത്ര വാചകങ്ങൾ ഓരോരുത്തർക്കും പറയാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അല്ലല്ല, നമ്മൾ ക്യാപ്റ്റൻസി
പണിപ്പുരയിൽ നമ്മൾ ജസ്റ്റ് പേര് പറഞ്ഞുള്ളൂ. ഇതിൽ മാത്രം റീസൺ പറയേണ്ട ആവശ്യം എന്താ? പേര് പറയാ, നമുക്ക് എല്ലാ പേരും ആവശ്യമില്ല. ബിഗ് ബോസ് എന്റെ ജയിൽ നോമിനേഷൻ റന ഫാത്തിമയാണ്. കാരണം ഈ ഒരു BB ഹോട്ടൽ ടാസ്കിൽ അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഒരു അസിസ്റ്റന്റ് മാനേജർ ക്യാരക്ടറായിട്ടാണ് റന ഫാത്തിമ ഇവിടെ കാര്യങ്ങൾ ചെയ്തത്. എന്റെ ജയിൽ നോമിനേഷൻ നമ്മുടെ റെനയാണ്. കാരണം ഈ BB ഹോട്ടലിൽ എനിക്ക് ഭയങ്കര കുട്ടിക്കളിയായിട്ട് കണ്ടത് ആ ഒരു ക്യാരക്ടർ, അസിസ്റ്റന്റ് മാനേജറായിട്ട് കണ്ടത് റെന ഫാത്തിമയാണ്. റെന മര്യാദയ്ക്ക് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു അസിസ്റ്റന്റ് മാനേജർ അക്ബർ ഉണ്ടായിരുന്നു. അക്ബർ ഒരു ജോലി ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പൊ വരും, തീരെ കോർഡിനേഷൻ ഇല്ലാത്ത റെന ഫാത്തിമ അങ്ങോട്ട് വരും. ഷാനവാസ് ഇത് ചെയ്യുമെന്ന് പറയും. റെന തന്നെ, ബിക്കോസ് ത്രൂ ഔട്ട് ദ ടാസ്ക് എന്നെ പറഞ്ഞ AK-47 ഗെറ്റ് ഔട്ട്, AK-47 ഗെറ്റ് ഔട്ട്, ഗോ ഔട്ട് ആൻഡ് സ്റ്റാൻഡ്. അത് ഇവളുടെ സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ പുറത്ത് വെയിലത്ത് നിൽക്കാൻ, പിന്നെ ഞാൻ ഇവിടെ പണി ചെയ്താലും എന്നെ പറയുന്നു പുറത്ത് പോ. ആൻഡ് ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ്. റെന ഫാത്തിമ ബിക്കോസ് ഒരു പങ്ക്ച്വാലിറ്റിയും കീപ്പ് ചെയ്തിട്ടില്ല, റെഡി ആവേണ്ട സമയത്ത് റെഡി ആയിട്ട് പോലും ഇല്ല. ഞാൻ പറയുന്നത് റെനനെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ സാബുമാൻ ജയിലിൽ പോകേണ്ടതാ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ പറയാൻ പോകുന്നത് റെനേനെയാണ്. കാരണം ഓണറിന്റെ മകൾക്ക് തീരെ റെസ്പെക്ട് തന്നിട്ടില്ലായിരുന്നു. റെന ഫാത്തിമനെ ഞാൻ പറയുന്നത് റെന ഫാത്തിമന്റെയാണ്. കാരണം യൂണിഫോം ഇടാണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഡ്രൈ ക്ലീനിങ് കൊടുത്തിട്ട് ബാധ്യമായിട്ടുള്ള ന്യായങ്ങൾ പറയുന്നു. സാബുമാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെന്റിലായിട്ട് കാര്യങ്ങൾ ചെയ്തു. സാബുമാൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല. സാബുമാൻ ഞാൻ വീണ്ടും പറയുന്നു, റെന തന്നെയാണ് ജയിലിലേക്ക് പോകേണ്ടത്. റെന ജയിലിൽ പോയേ പറ്റൂ. അത്രമേൽ ഞാൻ കഷ്ടപ്പെട്ട് പറയാണ്. കാരണം റെന ഒരു പണിയും ചെയ്തിട്ടില്ല. ഇന്നത്തെ എന്റെ ജയിൽ നോമിനേഷൻ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രമേൽ വിഡിത്തം പുലമ്പിയിട്ടുള്ള, അത്രമേൽ ഒരു പണിയും ചെയ്യാത്ത റെന ഫാത്തിമേനെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഈ പ്രാവശ്യത്തെ ജയിൽ നോമിനേഷൻ റെന ഫാത്തിമ. സാവുമാനെ ഇനി ജയിലിലേക്ക് വിടാനുള്ള മനസ്സില്ല, അതുകൊണ്ട് റെന, അത് മാത്രം. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ സാവുമാൻ കൊടുത്ത ടാസ്ക് റെനയേക്കാളൊക്കെ റെനയുടെ ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ മേളിലായിരുന്നു. കാര്യം ഒത്തിരി കഷ്ടപ്പെട്ടായിട്ട് കണ്ടു. സോ അത് വെച്ച് നോക്കുമ്പോൾ റെന പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ പറയാനുള്ള 14 കാരണങ്ങൾ കൊണ്ട് റെന. ആരെയാണ് തിരഞ്ഞെടുത്തത്? റെന ഫാത്തിമയാണ് ബിഗ് ബോസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാവിലെ 11:20. ഇനി ആദില, ആര്യൻ, ലക്ഷ്മി എന്നിവരിൽ നിന്ന് ഒരാൾക്ക് നേരിട്ട് ക്യാപ്റ്റൻസി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. അതാരാവണമെന്ന് ബാക്കി എല്ലാവരും ചേർന്ന് ഇപ്പോൾ തിരഞ്ഞെടുക്കുക. ശ്രദ്ധിക്കുക, കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ആദിലയ്ക്കാണ്. ആദിലയ്ക്ക് അഭിനന്ദനങ്ങൾ. ആദില ഒരു ക്യാപ്റ്റൻസി മത്സരാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിഥിയായ റിയാസിന് ഒരാളെ നേരിട്ട് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ആരെയാണ് ചെയ്യുന്നത്? സോ ഞാൻ വന്നിട്ട് ഏറ്റവും പ്രോപ്പറായിട്ട് എന്നിൽ അറ്റൻറ്റീവ് ആയിട്ടിരുന്നതും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്തു തന്നതും ആൻഡ് പേഴ്സണലി ഔട്ട് ഓഫ് ബാക്കി കമ്പയർ ചെയ്യുന്ന ആൾക്കാരിൽ എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്ന് ഫീൽ ചെയ്യുന്നത് ഒനിയൽ ആയതുകൊണ്ട് ഒനിയലിന് കൊടുക്കും. ഒനിയലിന് അഭിനന്ദനങ്ങൾ. രാവിലെ 11:45. ഇനി ഹോട്ടലിലെ അതിഥിയായ റിയാസിന് ചില സീക്രട്ട് ടാസ്കുകൾ നൽകിയിരുന്നു. അത് എല്ലാം പൂർത്തീകരിക്കാൻ റിയാസിന് സാധിച്ചില്ല. റിയാസ് നൽകിയ ബുക്ക് എടുത്തുകൊണ്ടുവന്ന് അതിനെക്കുറിച്ച് വിശദമായി പറയൂ. ഇത് റിയാസിനുള്ള സീക്രട്ട് ടാസ്ക്. 1, ആര്യനെയും ജിസേലിനെയും അനുമോളെയും സ്റ്റോർ റൂം ക്യാമറയ്ക്ക് മുന്നിൽ ചേർത്ത് നിർത്തി തോളിൽ കൈയിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കുക. അത് ഇന്നലെ ചെയ്തില്ലേ? അത് ഞാൻ ഇന്നലെ ചെയ്തു. 2, തോളിൽ കൈയിട്ടില്ല. ഞാൻ ഒരു തോളിൽ കൈയിട്ടു. ബിഗ് ബോസ് ഇതിനെതിരെയാണ് ഞാൻ ക്യാപ്റ്റൻസിനെ പേഴ്സണൽ വെണ്ടയ്ക്ക് ജിസേലിന് വയ്യാന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ അനുമോളെ യൂസ് ചെയ്തു. 2, ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് അനീഷിനെ കൊണ്ട് പറയിപ്പിക്കുക. 3, ഏതെങ്കിലും 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ എന്നീ വരികൾ പാടിപ്പിക്കുക. വിച്ച് ഐ ഫെയിൽ. കാരണം ഞാൻ വ്യത്യസ്ത സമയങ്ങളിൽ ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരുമിപ്പിച്ച് റൂമിൽ 2 പ്രാവശ്യം 2 സ്ഥലത്തായിട്ട്, പക്ഷെ ഒരു പ്രാവശ്യം 5-6 പേര് ഒരുമിച്ച് എനിക്ക് പാടിത്തന്നു. സോ ഈ ടാസ്ക് നാളെ രാവിലെ
വേക്കപ്പ് കോളിന് മുൻപ് വിജയകരമായി പൂർത്തീകരിച്ചാൽ വീക്ക്ലി ടാസ്കിൽ വീക്കിലുള്ളവർക്ക് ഒരു നേട്ടം ഉണ്ടാവുന്നതാണ്. പൂർത്തീകരിച്ചില്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഒരു പണിഷ്മെന്റും ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഇന്നലെ ഞാൻ ഈ ടാസ്ക് 3 രാത്രി, ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ ടാസ്ക് എല്ലാവരും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം, അതായത് അനുമോളും ആര്യനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ടാസ്ക് ആയിരുന്നു. എന്നിട്ടും ഞാൻ ജിസേലിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഞാൻ അനുമോളിൽ ജിസേലിനെ വയ്യാന്ന് പറഞ്ഞിട്ട് അനുമോളിനെയും ആര്യനെയും വിളിച്ചുണർത്തിയത് ബിക്കോസ് ഐ തോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ലഭിച്ചോട്ടെ എന്നുള്ള സാധനമാണ്. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോ അതെന്റെ മാറിയിരുന്നു. ദെൻ ഐ വാസ് ഫീലിംഗ് എ ലിറ്റിൽ ഗിൽറ്റി. ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സാധനം കിട്ടിയാൽ മതിയെന്ന്. ആൻഡ് താങ്ക്ഫുള്ളി ഒരു കാര്യം എന്റെ നിന്ന് പിഴച്ചതുകൊണ്ട് നിങ്ങൾക്ക് പണിഷ്മെന്റ് തന്നെ കിട്ടുന്നെന്ന് അറിയുന്നതിൽ ഐ എം എ ലിറ്റിൽ ഹാപ്പി ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് പീപ്പിൾ ആൻഡ് ദ കൈൻഡ് ഓഫ് കോൺവെർസേഷൻ. എല്ലാവരും അല്ല, പക്ഷെ ചില ആൾക്കാരും അവരുടെ കൈൻഡ് ഓഫ് കോൺവെർസേഷനും അവരുടെ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിയും കാരണം എല്ലാവരും നല്ല കാര്യങ്ങൾ ഇവിടെ അർഹിക്കുന്നില്ല എനിക്ക് തോന്നുന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് പൂർത്തീകരിച്ചില്ല എന്നുള്ള കാര്യത്തിൽ ഐ ആം ആക്ച്വലി ഹാപ്പി. റിയാസ്, എന്തായാലും മികച്ച പരിശ്രമത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി വീട്ടുകാർക്കുള്ള പണി അതാലോചിച്ച് ഞാൻ നാളെ പറയാം. ഇതോടെ BB ഹോട്ടൽ ടാസ്ക് പൂർത്തിയായിരിക്കുന്നു. എല്ലാവർക്കും കോസ്റ്റ്യൂമുകളും പ്രോപ്പർട്ടികളും തിരികെ വെക്കാം. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. 46-ാം ദിവസം ഉച്ചയ്ക്ക് 12:30. അതിഥിയായ റിയാസിന് തിരികെ പോകാൻ സമയമായി. ബാഗുകൾ പാക്ക് ചെയ്ത് സ്റ്റോറൂമിൽ വെച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരിക. It was lovely seeing you. Yeah. Sorry for some of the things that you're going through. It's okay. Be good. Be amazing. Yeah. Thank you so much for treating me so much kindness. Darling. Take care. I'll see you. Bye. Anisha. ഒരുപാട് Everyone, all good luck for everything. Good luck with everything. Yeah. Please. That's your thing. Yeah. Don't expect anything that you don't need to expect. Just focus on what you're here for. Yes. Okay, love you guys. Take care. Bye-bye. Bye-bye. 46-ാം ദിവസം വൈകിട്ട് 3:20. ശനിയാഴ്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയായിരുന്നു ഞാൻ. എനിക്ക് വയ്യ ഈ ടെൻഷൻ കൊണ്ട് നടക്കാനായിട്ട്. പെട്ടെന്ന് ശനിയാഴ്ച ആവട്ടെ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം. അതെന്തായാലും ഉണ്ടാവണം, എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ഇന്നാകെ ശരിക്കും ഒരു പരിവായില്ലേ. ഒരു കാര്യമുണ്ട്, ഈ ഒരു ശനിയാഴ്ചയായിരിക്കും ഷാനവാസ് ഉറ്റ സുഹൃത്താവണോ വേണ്ടേന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന ദിവസം. കണ്ടു പാറണ്ണ. വൈകിട്ട് 6:10. ആദിലയുടെ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ നേരെ അവരുടെ സെന്ററിൽ കയറി കിടക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാനത് ആവർത്തിച്ചിട്ടില്ല. ഈ 40 ദിവസമായിട്ട് ഞാൻ ഈവൻ ഒരു ആ സ്ഥലത്ത് ഇരുന്നിട്ട് കൂടിയില്ല അവരുടെ ബെഡിൽ. ആ ബെഡിൽ ഇരുന്നിട്ട് കൂടിയില്ല. അത് ക്യാമറ വിസിബിൾ ആണ്. അങ്ങനെ സെൻസുള്ള ഞാൻ എങ്ങനെ പിന്നെ അപ്പം ഈ ഒരു വിഷയം ഭയങ്കര സെൻസിറ്റീവാണെന്ന് എനിക്കറിയാം. അപ്പം അതിൽ ചെയ്തത് തെറ്റ്, എക്സാക്ട്ലി അത് തെറ്റാണ്. ഞാനത് പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് കൺവിൻസ് ആവുന്ന വെച്ചാൽ എനിക്ക് ഇവരുടെ ഇതെന്തായാലും എവിടെയെങ്കിലും എനിക്ക് സ്പേസ് കിട്ടുമ്പോൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യും. ബിക്കോസ് she was calling me കുത്തിത്തിരിപ്പ് and she did that. ഞാൻ പറയട്ടെ, ഈ വിഷയത്തിനെ പറ്റി എലാബറേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് സൺഡേ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു സമയം ഉണ്ടാവുന്നുള്ളൂ. ആ സമയത്ത് നിങ്ങൾ പറയേണ്ട പോയിന്റ്സ് പറയാം. ഞാൻ എന്തായാലും ഇവിടെയുള്ള എല്ലാവരുടെ അടുത്തു നിന്നും
ഒപ്പീനിയൻ വേണം പറഞ്ഞിട്ട് ഞാൻ പറയും. കാരണം ഇത് എന്റെ വിഷയമാണ്, എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന വിഷയം. എന്നെ മാത്രം എന്റെ കുടുംബത്തിന്റെ. പുള്ളി വ്യക്തിഹത്യ ചെയ്തു എന്ന് ഉണ്ടെങ്കിൽ പോലും നീ തിരിച്ചത് ചെയ്യണം എന്ന് ഇല്ല. നിന്റെ ക്വാളിറ്റി എന്താന്നുള്ളത് നീ സംസാരിക്കുമ്പോഴും കീപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയും. ഓഫ്കോഴ്സ് ഞാൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ അയാളെ വ്യക്തിഹത്യ ചെയ്തില്ലല്ലോ. ഞാൻ അയാൾ ചെയ്ത തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ആണോ? അതാണ് ഞാനും ഷാനവാസ് ഈ 15 വർഷം ഉണ്ടാക്കിയെടുത്ത പേരിൽ. അതായത് അയാൾ എന്നെക്കാട്ടി എന്താണെങ്കിലും ഒരു ജനറേഷൻ 2 ജനറേഷൻ മുന്നുള്ള ആളല്ലേ. അതാണ് ഞാനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം. 46-ാം ദിവസം രാത്രി 10:20. ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Lechu. Happy birthday, happy birthday, happy birthday, Lechu. Hi, Lechu. ഞാൻ എല്ലാ ദിവസവും ലച്ചുവിന് ടിവിയിൽ കാണാറുണ്ട്. ഞാൻ ലച്ചുവിന്റെ ബർത്ത്ഡേക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരുവാ. ഉമ്മ. Hi Lakshmi, happy birthday to you. All the very best. Hi Lechu, സുഖാണോ? Wishing you a very very happy birthday. Hi Lakshmi, happy birthday. ഈ വർഷം ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് മോളെ. നന്നായി പരിശ്രമിച്ച് വിന്നറായി വരിക. ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ലക്ഷ്മിക്ക് ജന്മദിനാശംസകൾ. താങ്ക് യു ബിഗ് ബോസ്. അതിനകത്ത് കിടക്കുന്നുണ്ട്. താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു സോ മച്ച്.